ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ പരസ്പരം വീണ്ടും കാണുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 10-17 ദിവസത്തോളമായിട്ടുണ്ടാവും നമ്മൾ ഈ വ്ളോഗിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട്. അതായത് നിങ്ങൾ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകാം, വളരെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു വിഷമത്തിലൂടെ ഞാൻ കടന്നുപോയ ദിവസങ്ങളാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ദുഃഖിച്ച കുറേ ദിവസങ്ങൾ. ഇപ്പോഴും വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എങ്കിലും നമ്മൾ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ, ഓരോ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. കാര്യം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനമ്മമാരുടെ പങ്ക് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ജീവിതം നമുക്ക് സമ്മാനിച്ച ആൾക്കാരാണ് നമ്മുടെ പാരൻസ്, മാതാപിതാക്കൾ. ഇപ്പോൾ എനിക്കിപ്പോൾ 2 പേരുമില്ല, ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വിയോഗത്തിലായിരുന്നു കഴിഞ്ഞ ഒരു എന്താ പറയുക, ഇപ്പോൾ 16 കഴിഞ്ഞതേ ഉള്ളൂ. 16 കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന്, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാവരും തന്നെ ഞങ്ങളെ സമാധാനിപ്പിക്കുകയും അച്ഛൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ഒരുപാട് നല്ല വാക്കുകൾ അച്ഛനെക്കുറിച്ച് പറയുന്നതൊക്കെ, അതെല്ലാം നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം നൽകുന്ന കാഴ്ചകളാണ്. അതായത് സഫലമീ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ഓർമ്മിപ്പിച്ചത്. കാര്യം നല്ലതായി കുറേ വർഷങ്ങൾ ജീവിച്ച് ഒരുപാട് പേർക്ക് മാതൃകയായ, ഒരുപാട് പേർക്ക് വഴികാട്ടിയായ. സാധാരണയായിട്ട് നമ്മുടെ അച്ഛനും നമുക്ക് മാത്രമാണല്ലോ കൂടുതലായിട്ടും വഴികാട്ടികളാണ്, പക്ഷേ ഇതങ്ങനെയല്ല. മക്കളെക്കാട്ടിലും ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് ജീവിതത്തിൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പങ്ക് വഹിച്ച ഒരാളായിരുന്നു എന്ന് കേട്ട് ഒരുപാട് പേര് പറയുകയും, അപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു വലിയൊരാളുടെ മകളായി ജനിക്കാൻ സാധിച്ചു എന്നുള്ളത്. എന്തായാലും നഷ്ടങ്ങൾ എല്ലാം വളരെ പേഴ്സണലാണ്, എങ്കിലും ജീവിതം മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ നിങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വ്ളോഗ്സിലൂടെ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാനും, അപ്പോൾ മനസ്സിന് കുറച്ചൊരു ഡൈവേർഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അതുതന്നെയായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത്, മക്കൾ അവരുടെ മേഖലയിൽ നന്നായി ശോഭിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മുടെ വ്ളോഗുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നഷ്ടങ്ങളുടെയും വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും നാളുകൾ തന്നെയാണ്. ഇതൊക്കെ എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാവുന്ന തോട്ട്സാണ്. ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഓരോ കാര്യം നോക്കുമ്പോഴും നമുക്ക് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരികില്ലല്ലോ. അതെപ്പോഴും സ്ഥായിയായ ഭാവമാണ്. അതിനെല്ലാം എപ്പോഴും മനസ്സിലുണ്ടാവും, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാവും. എന്തായാലും എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകും, സംരക്ഷിക്കുന്നുണ്ടാകും, അനുഗ്രഹിക്കുന്നുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ റമദാൻ മാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഏകദേശം ഒരു പകുതിയോളം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാണ്ട് 15 ഡേയ്സ് കൂടുതലായിട്ടില്ലേ ആ ഒരു നോമ്പ് കാലം സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പേര് ഈ ഒരു റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുന്നുണ്ടാകാം ധാരാളമായിട്ട്. അപ്പം രാവിലെ മുതൽ ജലപാനമില്ലാതെ വൈകുന്നേരം നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എന്താ പറയുക, പാനീയങ്ങളും ആദ്യം ഡേറ്റ്സൊക്കെ കഴിച്ച് പിന്നെ പാനീയങ്ങൾ എന്തെങ്കിലും കുടിച്ച് വളരെ ലൈറ്റ് ഫുഡിൽ നിന്നും തുടങ്ങി പിന്നെ സ്നാക്കിങ്, പിന്നെ ഹെവി ഫുഡായിട്ട് കഴിക്കുന്ന ആ ഒരു സമയം. അപ്പോൾ ഒരുപാട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റമദാൻ കാലമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ LN വ്ളോഗ്സിൽ ഒരുപാട് നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് പഴയ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം കേട്ടോ. പിന്നെ അപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പ് വിഭവങ്ങൾ അല്ലെങ്കിൽ റമദാൻ മാസത്തേക്ക് വേണ്ട വിഭവങ്ങളൊന്നും എനിക്ക് അധികം ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് തുടങ്ങി വെക്കാം, കുറച്ചൊക്കെ കാണിച്ചു തരാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നെ മിസ് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായി നിങ്ങളൊക്കെ ചോദിക്കുന്നത്, ഇപ്പോൾ നോമ്പിന് റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ സ്നാക്ക് ആയിട്ടാണ് അറ്റ് ദി സെയിം ടൈം കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. സ്നാക്സ് ആണെങ്കിലും പാനീയങ്ങളാണെങ്കിലും ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും എന്താണെങ്കിലും നോമ്പുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും എല്ലാം തന്നെ കഴിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ഇതൊരു നോമ്പ് തുറ സ്പെഷ്യലായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഉണ്ടാക്കാൻ പോകുന്നത്
സമോസയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, സമോസ. അപ്പോൾ ഇന്ന് ചിക്കൻ സമോസയാണ്. അപ്പോൾ സമോസ ഞാൻ ഇതുവരെ ഉണ്ടാക്കി കാണിച്ചില്ല. അപ്പോൾ സമോസ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ചിക്കൻ സമോസയല്ലേ, അപ്പോൾ ചിക്കൻ ആദ്യം ഒന്ന് വേവിക്കണം. പിന്നെ അതിൻ്റെ ഒരു ഔട്ടർ കവറിങ്, അതായത് സമോസ ഷീറ്റ് എന്ന് പറയില്ലേ, അതിനെ കവർ ചെയ്യുന്നത്, അതുണ്ടാക്കണം. റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും. എങ്കിലും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ സമോസ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ വേവിക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു 280 ഗ്രാം, ഏകദേശം ഒരു 250 to 300 ഗ്രാംസ് ആകാം ചിക്കൻ. ഒരു ചിക്കൻ്റെ 1/4 ഭാഗം എടുക്കുക. എന്നിട്ട് ബോൺലെസ് പീസസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതെടുത്തിട്ട് വേവിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യണേ നോക്കൂ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഓക്കെ, കുറച്ച് നന്നായിട്ടൊന്ന് വേഗട്ടെ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അതായത് ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം, 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം. നിങ്ങൾ നോക്കുക, ചിക്കനിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തായാലും വേവിച്ച് വറ്റിച്ചെടുക്കുക. അതേ നോക്കി പാകത്തിന് വെന്തിട്ടുണ്ട്, വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കട്ടെ, മാറ്റി വയ്ക്കാം. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്നുകിൽ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പിച്ചി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കുറച്ചൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇളക്കിയിട്ട് മിക്സിയിലിട്ട് ഒരടി അടിക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വരും. ഭയങ്കര ഫൈൻലി പൗഡർ അങ്ങനെയല്ലല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുക, അതാണ് ആവശ്യം. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. ആ സമയം കൊണ്ട് ബൈ ദ ടൈം എന്താ ചെയ്യാൻ പോണേ, സവാള. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്ന സമൂസയുടെ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി മുതലായ കാര്യങ്ങൾ. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. പച്ചമുളകും ഉള്ളി, സവാള, ഇത് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടാകും, പിന്നെ കുരുമുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങൾ, ഗരം മസാല. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി ഒഴിവാക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ചേർത്തോളൂ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 1/4 കിലോ ചിക്കനാണ്. അതിന് ഞാൻ ചെറിയ 3 സവാള എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അരിയാം. ഓക്കെ, ഫൈനലി ചോപ്ഡ്. ഇനി കുറച്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിയാം. ഇത് നമ്മൾ എത്ര എരിവിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3 4 എടുക്കാം. 2 മുതൽ 5 വരെ ആകാം. ചെറുതാണെങ്കിൽ 5 എണ്ണം വരെ ആകാം. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3, അങ്ങനെ. അപ്പോൾ നോക്കിയിട്ട് എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട്. അപ്പോൾ എരിവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അപ്പോൾ എത്രത്തോളം. അപ്പോൾ ഇതിൽ കിട്ടുന്ന എരിവെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേവിച്ചപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഇനിയും നമ്മൾ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ഈ വഴറ്റുന്ന സമയത്ത്. പിന്നെ കുരുമുളക് പൊടിയുടെ ഒരു എരിവും പച്ചമുളക്, അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീഡിയം ആണെങ്കിൽ ഒരു 3 4 ആകാം, വലുതാണെങ്കിൽ ഒരു 3 എണ്ണത്തിന് താഴെ മതി, എരിവനുസരിച്ചിട്ട്. പിന്നെ 5 വരെ ആകാം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇത് വലിയ ഒരുപാട് എരിവുള്ളതല്ല, ഏകദേശം ഒരു 5 പച്ചമുളക് എടുക്കും. ഇനി തുടക്കം, അതായത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല, പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി പച്ചമുളകും സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഇച്ചിരി എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ വറുത്ത് വരുന്നതൊക്കെ വെളിച്ചെണ്ണ ആകാം. പക്ഷേ ഞാനിപ്പോൾ അതല്ല, ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. നന്നായിട്ട് ചൂടാകട്ടെ. നമ്മുടെ ഈ പാത്രം പെട്ടെന്ന്, അതായത് ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റാണ്, പെട്ടെന്നാകും. അപ്പോൾ എന്തായാലും ചൂടാകട്ടെ. ഇനി ഒരു കാര്യമുണ്ട്, നമുക്ക് മിക്സിയിൽ, ഇത് ഞാൻ കുരുമുളക് പൊടിച്ച മിക്സിയാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് അതിനകത്ത് ചിക്കൻ്റെ പീസസ് വേവിച്ചത് ഫ്രഷായിട്ട് കുരുമുളക് പൊടി പൊടിച്ചെടുത്തതാണ്. അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരടി അടിക്കാം. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടും.
2 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ്. ഇതാ ചിക്കൻ പീസസ് എല്ലാം ഇത് പൊടിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ രീതിയിലാക്കിയെടുക്കുക. ഓക്കെ, മതി. നമ്മുടെ എണ്ണ ചൂടായി. അയ്യോ, നല്ലോണം ചൂടായിട്ടുണ്ട്. തീ അല്പം കുറയ്ക്കാം, അതൊന്ന് കുറയട്ടെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇത് വാടിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങും. അപ്പോൾ ഇതിൻ്റെ പകുതിയേ കാണുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പച്ചമുളകും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇത് പാകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൂക്കണം. കാര്യം അതിനൊരു ഈർപ്പം അധികം വേണ്ട. കുറച്ചൊന്ന് ഡ്രൈ ആകണം സവാളയും. പിന്നെ പച്ചമുളകിൻ്റെ ആയിരമൊക്കെ ഇറങ്ങി വരുമല്ലോ. കാര്യം ഇതൊരു ഫില്ലിങ് അല്ലേ, പണ്ടമല്ലേ, ഫില്ലിങ് അല്ലേ. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ചെയ്യണം. ഡ്രൈ എന്ന് പറയുമ്പോഴും ഈ ചിക്കനെല്ലാം ഇട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴും അതിന് ചെറിയൊരു എന്താ പറയുക, ഈർപ്പം എന്ന് പറയുന്നതല്ല, ആ ഒരു സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേസമയം സവാളയൊന്നും ഒരുപാട് കാര്യം വെള്ളം ഇറങ്ങി വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം ഡ്രൈ ആകും. ഒന്ന് മതിയട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് മാവൊന്ന് കുഴച്ച് വയ്ക്കണം. ഓക്കെ, മാവ് കുഴച്ചിട്ട് ഒരുപാട് നേരം വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് സമോസ ഷീറ്റ്സ് തയ്യാറാക്കി തുടങ്ങാം. അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സമോസ പക്ഷേ പലർക്കും അത് ബുദ്ധിമുട്ടല്ലേ, എണ്ണ കുടിക്കും. ചിലർക്കെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. സാധാരണ ഒരു സമോസയിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമോസ അങ്ങനെയല്ലേ കാണുന്നത്, കുറേ ഓയിലി ടൈപ്പ്. അപ്പോൾ അത്തരം കുറവുകൾ വരാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിലിപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോണേ. ഓക്കെ, കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ സമോസ ഉണ്ടാക്കാം, എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്യൂട്ട് സമോസാസ്. കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് വയ്ക്കട്ടെ. സവാള കളർ മാറാൻ തുടങ്ങുന്നു, നല്ല ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാണ്ട് ഇല്ലേ, ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകാൻ കളർ മാറുന്നുണ്ടല്ലേ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ, തീ ഒരല്പം കുറയ്ക്കട്ടെ. ഇനി എന്താ, നമ്മുടെ ചിക്കൻ പൊടിച്ച് വെച്ചതും കൂടി ചേർക്കാം. ഇത് ഉള്ളിയുടെ അളവൊക്കെ കുറഞ്ഞത് കണ്ടില്ലേ. 3 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരുന്നത്. അതായത് ഒരു മീഡിയം സൈസ് ഉണ്ടായിരുന്നില്ല, ഒരെണ്ണം മീഡിയം ആയിരുന്നു, ബാക്കി 2 ചെറുതായിരുന്നു. ഇനി ചിക്കൻ്റെ നമ്മൾ പൊടിച്ചെടുത്തതാ. ഇനി ഇതിനകത്തേക്ക് ഒരല്പം മുളക് പൊടിയും വീണ്ടും 1/2 ടീസ്പൂൺ ഇടാം. ഇത്രേ ആവശ്യമുള്ളൂ. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എക്സ്ട്രാ. ഇത്രേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കുക. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കണം. ചിക്കനിൽ ഉപ്പുണ്ട്, പക്ഷേ പോരാ. ആൻഡ് ഒരു കാര്യം കൂടി, ഗരം മസാല പൊടി, നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. ഇനി മല്ലിയിലയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സമോസയുടെ ചിക്കൻ ഫില്ലിംഗ് ഇസ് റെഡി ആയി കഴിഞ്ഞു. മല്ലിയിലയും കൂടി ഇടട്ടെ. ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. ഇതാണ് ആവശ്യം. നല്ല മണം. നല്ല മണം. ഫില്ലിങ് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നു. നോക്കി,
ഇത്രയും ഫില്ലിങ് കിട്ടി. ഇതല്പം ഒന്ന് തണുക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു സമോസ ഷീറ്റ്. അതിനിപ്പോൾ ഒരു 1.5 കപ്പ് മൈദ മാവിൽ നമുക്ക് സമോസ ഷീറ്റ്സ് ഉണ്ടാക്കാം. കുറച്ച് അളന്നെടുക്കാം. ഇതൊരു ഏകദേശ കണക്കാണ്. നമ്മളൊരു 1.5 കപ്പോളം മൈദ മാവ്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉരുക്കിയ ഡാൽഡ, അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഡാൽഡ എന്ന് പറഞ്ഞാൽ വനസ്പതി, ഏതാണ്ട് ഇങ്ങനത്തെ ഒരു മഞ്ഞ കവറിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉരുക്കിയിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ കട്ടിയാവരുത്, അന്നൊന്ന് കൂളായാൽ മതി. അപ്പോൾ എണ്ണ പോലെ ഇരിക്കുമല്ലോ ഉരുക്കി കഴിയുമ്പോൾ. അതാണ് നമ്മൾ ഈ ഒരു മാവ് ഡോ കുഴയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കുന്നത്. ഇച്ചിരി ഒന്ന് ഉരുക്കാം. ഇതാണ് ഡാൽഡ അഥവാ വനസ്പതി. നമുക്ക് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ വേണം ഉരുകി കഴിഞ്ഞിട്ട്, അത്ര ആവശ്യമുള്ളൂ. വനസ്പതിക്ക് പകരം നമ്മൾ എണ്ണയിൽ വേണമെങ്കിലും എണ്ണയിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം. പക്ഷേ ടേസ്റ്റ് വൈസ് വനസ്പതി അഥവാ ഡാൽഡ ആയിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഡാൽഡ തന്നെ വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ വെണ്ണയിലായാലും മതി, വെണ്ണയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഡാൽഡ കുറച്ചുകൂടി വിലക്കുറവാണ്. നോക്കിയിട്ട് ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. കുറേശ്ശെ ഉരുകി ഓയിൽ പോലെ ആകും. ഇത് ഉരുകി കഴിഞ്ഞിട്ട് കുറച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവിലേക്ക് ചേർക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. നോക്കി ഉരുകി. ആഹാ, തീ ഓഫ് ചെയ്യുന്നു. ഞാൻ ഇച്ചിരി തണുക്കട്ടെ, റൂം ടെമ്പറേച്ചറായിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം മാവ് നമ്മൾ മിക്സ് ചെയ്തല്ലോ, ഇതിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ഡാൽഡ, അത് ഏതാണ്ട് തണുത്ത് കഴിഞ്ഞു. റൂം ടെമ്പറേച്ചർ. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതാണ് ആദ്യത്തെ മിക്സിങ്. 2 ടേബിൾ സ്പൂൺ അത് മതിയാകും. അപ്പോൾ 2 വലിയ സ്പൂൺ നിറച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ആദ്യം ആകട്ടെ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊരു മാവായിട്ട് കുഴയ്ക്കണം. അതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ സമോസ ഷീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫസ്റ്റ് ടിപ്പ് പറഞ്ഞുതരാം. അതായത് എണ്ണ കുടിക്കാതിരിക്കാനും നല്ല ക്രിസ്പി ആകാനും പ്രധാനമായിട്ട് വേണ്ടത്, നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുമ്പോൾ കുറച്ചൊന്ന് അയവിലാണ് നമ്മൾ മാവ് കുഴയ്ക്കുന്നത്, പരത്താനുള്ളൊരു ഇതും. പിന്നെ ആ മാവ് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം, പക്ഷേ ഒരുപാട് സോഫ്റ്റായി പോകരുത്. കുറച്ചൊരു മുറുക്കി വേണം കുഴച്ചെടുക്കാൻ. ആദ്യം ഇച്ചിരി നമുക്ക് ബലം ഉപയോഗിക്കേണ്ടി വരും നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. പക്ഷേ എങ്കിലും വെള്ളം കൂടരുത്. അത് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അയഞ്ഞ രീതിയിൽ ഇച്ചിരി ലൂസ് ടൈപ്പായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി സോഫ്റ്റായിട്ടൊരു മാവായിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ചെയ്താൽ ശരിയാവില്ല, അത്രയും നന്നാവില്ല. ആ ടെക്സ്ചറിൽ ചെറിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു തുടങ്ങാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യാനുസരണം, ഒരുപാടൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ടൈറ്റായിരിക്കണം. ഇത് നോക്കിയേ, അങ്ങനെ ടൈറ്റായിട്ടാണ് നമ്മൾ കുഴയ്ക്കുന്നത്. ഇനി നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെ ഇതുകൊണ്ട് അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പരത്താൻ പാകത്തിനുള്ള രീതിയിൽ ആക്കിയെടുക്കണം. വെള്ളം കൂട്ടിയിട്ട് വേണ്ട, ഇങ്ങനെ മതി. നമ്മളിങ്ങനെ കുഴച്ച് സോഫ്റ്റ് ആക്കിയാൽ മതി. വെള്ളം കൂട്ടിയിട്ടിട്ടുള്ള ആ ഒരു സോഫ്റ്റ്നെസ് അല്ല വേണ്ടത്. ഞാൻ കാണിച്ചു തന്നല്ലോ, കറക്റ്റ് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, നല്ല ടൈറ്റ് മാവ്. അപ്പം നമുക്ക് തോന്നും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചാലോ എന്ന് തോന്നും, ആ ഒരു പാകം. പക്ഷെ വേണ്ട, ഇതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്താൽ മതി. ഇനി ഇതിൽ നിന്നും
ചെറിയ നാരങ്ങ, ചെറിയ നാരങ്ങ വലിപ്പം അല്ലെങ്കിൽ വലിയ നെല്ലിക്ക വലിപ്പം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ നാരങ്ങയുടെ വലിപ്പം, ഓക്കെ, അല്ലെങ്കിൽ വലിയ നെല്ലിക്ക. പിന്നെ വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി വേണം, പിന്നെ കുറച്ച് എണ്ണയും വേണം. ഈ 2 കാര്യങ്ങളും കൂടി വേണം. അപ്പോൾ അരിപ്പൊടി റെഡിയാണ്. ഇനി കുറച്ച് എണ്ണയും കൂടി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് പരത്തി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ പാത്രമുറൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് പരത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മാവിൽ നിന്നും ഏകദേശം പകുതി ഭാഗം ഞാൻ മാറ്റി കുഴച്ച് വെച്ച് അതിൽ നിന്ന് ദേ ഇത്രയുള്ള ഉരുളകൾ, അതൊരു വലിയ നെല്ലിക്ക എന്ന് പറയാം. ദേ ഈ സൈസ്, ഓക്കെ, ഈ സൈസിലെ ഉരുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ദേ 1, 2, 3, 4 ഓൾമോസ്റ്റ് ഈവൻ സൈസ്. ഇത് വെച്ചിട്ട് പരത്തി ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ കൈ കൊണ്ട്. ഓക്കെ, ഇങ്ങനെ 4, ഇത് 4 എണ്ണം പരത്തിയെടുക്കണം. ദേ ഇതുപോലത്തെ സൈസിൽ. ഇത് അതുപോലെ തന്നെ 4 എണ്ണം എടുത്ത് ഈ പൂരി സൈസാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അരിപ്പൊടി ഒരു സൈഡിലിരിക്കട്ടെ. അരിപ്പൊടി ഇതും ഇതുപോലെ നമുക്കൊരു 4 എണ്ണം ഉള്ള സെറ്റായിട്ട് എടുക്കാം. കുറച്ച് എണ്ണ, സെയിം പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞു. ഇതാണ് ഒരു സെറ്റ്. ഓക്കെ, നമ്മൾ ഒരു സെറ്റിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണോ. ഇനി അടുത്ത സെറ്റിനെ അതുപോലെ അത്യാവശ്യം തിന്നായിട്ട് ഓവർ തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇത് റെഡി. ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് അടുത്തതെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത് വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫില്ലിങ് റെഡി, പിന്നെ സമോസ ഷീറ്റ്സ് റെഡി. ഇനി കുറച്ച് ഒട്ടിക്കാനായിട്ട് കുറച്ച് പേസ്റ്റ് വേണം. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മൈദ മാവ് ഇച്ചിരി വെള്ളത്തിൽ നല്ല തിക്കായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുന്നതാണ് നമ്മുടെ ഒട്ടിക്കുന്ന പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇച്ചിരി മൈദ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്ര വേണ്ട, ഒരു 1/4 കപ്പ് മതിയാകും ഷീറ്റ്സ് ഒട്ടിക്കാനായിട്ട്. ഓക്കെ ഓക്കെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നോക്കിക്കോളൂ. ശരി, ഇത് മൈദാമാവാണേ. അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം നല്ല കുറുകിയ ഒരു പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു ഗം പോലെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേ.
ഇത് മതിയാകും. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി ഒരു ദോശക്കല്ലോ എന്തെങ്കിലും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്, ഒരു എന്താ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ ഡ്രൈ ആയിട്ട് എണ്ണ ഒന്നും പുരട്ടണ്ട, നല്ല ചൂടായി കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ ഇടുമ്പോൾ പൊള്ളി ഇങ്ങനെ വരും. അപ്പോൾ ഓരോ പാളിയായിട്ട് ഇങ്ങനെ ഇളകി തുടങ്ങും. അത് നമ്മളിങ്ങനെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ടാണ് മാവ് കുഴച്ചത്, പിന്നെ ഇതിപ്പോൾ ചെയ്ത കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ ഞാൻ 4 എണ്ണമുള്ള അടുക്കായിട്ടാണ് ചെയ്തത്. ഇത് തന്നെ 6 എണ്ണം വെച്ചും ചെയ്യാം, 8 എണ്ണം വെച്ചും ചെയ്യാം. അത് നമുക്ക് എക്സ്പീരിയൻസ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് വീണ്ടും ചെയ്യാൻ പറ്റും. എത്ര അടുക്കാണെങ്കിലും വെച്ചിട്ട് ചെയ്യാം, എളുപ്പമല്ലേ? ഓക്കെ, കല്ല് ചൂടായി. See this, ഫസ്റ്റ് ഷീറ്റ് റെഡി. ഇനി ഇത് തിരിച്ചിടുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ പുള്ളി വരുന്നു, ഇളകി തുടങ്ങി. ഓ, നല്ല ചൂടാ. കുഴപ്പമില്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഷീറ്റ്സ് ആർ റെഡി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലാസ്റ്റ്. ഇനി ആ ചൂടായി കിടക്കുന്ന തവയിലേക്ക് വീണ്ടും അടുത്ത സെറ്റ് ഇടുന്നു. അപ്പോൾ ചൂടായ തവയിലേക്ക് നമ്മൾ അടുത്ത സെറ്റ് ഇട്ട് കഴിഞ്ഞാലോ, ഇനി അതും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇടാം. അതിങ്ങനെ പൊള്ളി വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പാളിയായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കത്തിയോ ഇതുപോലെ ഒരു സ്പാറ്റുലയോ വെച്ച് ചെറുതായിട്ടൊന്ന് അനക്കി കഴിഞ്ഞാൽ ഇളകി വരും. അങ്ങനെ ഇതിപ്പോൾ 4 ലെയർ, 6 ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, 8 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ സമോസ ഷീറ്റ്സ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഷീറ്റ്സിൽ നിന്നും ഓരോന്നായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുറിക്കുക. ഓക്കെ, ഇനി ഒരു സൈഡ് ഇച്ചിരി മുരിഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് അകത്ത് വരുന്ന രീതിയിലാക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഫോൾഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആദ്യം മടക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ഇച്ചിരി ഇങ്ങനെ വെളിയിലോട്ടിരുന്നാലും കുഴപ്പമില്ല, ഇവിടെ ഒരു പോയിൻ്റ് വരണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൂടെ ഈ ഒരു പോയിൻ്റിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കണം. എന്നിട്ടിങ്ങനെ മടക്കണം. ഇതാണ് ഒരു ഫോൾഡ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഫില്ലിങ് നിറയ്ക്കും. എന്നിട്ട് ഇങ്ങനൊരു മടക്ക്, ഇങ്ങനൊരു മടക്ക്. ഇത്രയും കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സമോസയുടെ ഷേപ്പാകും. അപ്പോൾ ഇതൊരു ഐഡിയ തന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ സൈഡിനെ നമ്മളിങ്ങനെ കൂർത്ത രീതിയിൽ ഇങ്ങോട്ട് മടക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ആ പേസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇങ്ങനെ സൈഡ്സിൽ നമ്മുടെ മൈദ പേസ്റ്റ് പുരട്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ കൂർപ്പിച്ച സെൻറ്റർ പോർഷൻ ഇതിങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഈ സൈഡിലും മൈദയുടെ പേസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഓക്കെ,
എന്നിട്ട് ഇത് നല്ലതായിട്ട് കോർണർ ടു കോർണർ ഒട്ടണം. ഇവിടെ ഒരു ഗ്യാപ്പും വരാൻ പാടില്ല. വളരെ വളരെ കെയർഫുള്ളായിട്ട് ഉണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി തിരിച്ചെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് ക്യാവിറ്റി വന്നു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിൻ്റെ ഫില്ലിങ് അഥവാ പണ്ടം നിറയ്ക്കുന്നത്. ഫില്ലിങ് റെഡി വെച്ച് കഴിഞ്ഞു. ഇനി ഇത് മടക്കണം. ഓക്കെ, മടക്കുന്ന സമയത്തും ഇതുപോലെ ഇതിലിങ്ങനെ പുരട്ടി കൊടുക്കാം എല്ലാ സ്ഥലത്തും. ഓവറാക്കണ്ട, കറക്റ്റ് ആവശ്യത്തിന്. ആദ്യം ഈ ഒരു ഫോൾഡ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഈ ഫോൾഡ് മടക്കാം. അതും കോർണർ നല്ല എഡ്ജ് നല്ല ഷാർപ്പാക്കി മടക്കണം. ഹോള് വരാതെ നന്നായിട്ട് മടക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക. കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജസ് എല്ലാ കോർണറും നല്ല ഷാർപ്പാക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കിയെടുക്കണം കോർണർ ടു കോർണർ. ഒരു കാരണവശാലും എണ്ണ അകത്തേക്ക് പോകാത്ത രീതിയിൽ കോർണർ 3 എഡ്ജസും നല്ല ഷാർപ്പായിട്ട് കിട്ടണം. കഴിയും, ഇത്രേ ഉള്ളൂ. നമ്മുടെ സമോസയുടെ ഷേപ്പായി കഴിഞ്ഞു. ഓക്കെ, ഒരു ത്രികോണ ആകൃതിയിലുള്ള സമോസ കാണുന്നുണ്ടല്ലോ. അടുത്തതെടുക്കുന്നു. എഗെയിൻ ഈ ഭാഗം വെളിയിൽ വരണം. ഓക്കെ, ഇതകത്ത് വരണം. നോക്കിക്കോളൂ, ഇവിടെ നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ മടക്കണം. കാണുന്നുണ്ടല്ലോ ഷാർപ്പ് മടക്കേണ്ട സ്ഥലം. നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. തിരിച്ചു പിടിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാകും. കാണുന്നുണ്ടല്ലോ, ആവശ്യം പോലെ സ്പേസ് ഉണ്ട്. ഉള്ളിലേക്കാണ് ഫില്ലിങ്. ഫില്ലിങ് നിറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ കോർണർ ടൈറ്റായിട്ട് അടയ്ക്കുക. ഇതും അതുപോലെ നല്ല ഷാർപ്പ് എഡ്ജസ്. അപ്പോൾ 3 എൻഡും നല്ല ഷാർപ്പായിരിക്കണം. ത്രികോണം സമോസ. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ ഒരു സമോസ ഇങ്ങനെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കാം. എന്നിട്ട് വറക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ 2ആയിട്ട് മുറിക്കുക. ഒന്ന്, പിന്നെ നമ്മൾ അടച്ച് വെക്കണം. ഡ്രൈ ആകരുത്. ഫാനോ AC ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകും. അത് പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ആവശ്യമുള്ളതായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യും. ചൂടോടുകൂടി കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോന്നും 2ആയി മുറിക്കുന്നു. ഷീറ്റ്സ് പിന്നെ ഒരുപാട് തിന്നാവണമെന്നില്ല. ഒരല്പം അത്യാവശ്യം ഘനം കുറയണം, പക്ഷെ പപ്പടത്തിൻ്റെ ഘനമല്ല, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ ആകാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഞാൻ മടക്കാൻ പോണു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ സമോസ വറുക്കൽസ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട്, ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ സമോസാസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ കുറേ സമോസാസ് ഒരു 10-12 എണ്ണം റെഡിയാണ്. അത്രയുണ്ട്. 3, 4, 5, 6, 7, 8, 9, 10, 11. ഇനി കുറച്ച് സമോസ ഷീറ്റ്സ് ഉണ്ട്, നമ്മുടെ ഫില്ലിംഗ് ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തോളാം. അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ
എണ്ണ ചൂടായപ്പോൾ ഇനിയിപ്പോൾ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു തരം റിഫൈൻഡ് ഓയിൽ ഒക്കെയാണ്, വെളിച്ചെണ്ണയെക്കാട്ടിലും അത് തന്നെയായിരിക്കും നല്ലത്. നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് തീ ഒന്ന് അല്പം ക്രമീകരിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നല്ല കരികരിപ്പായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കാം. ഓക്കെ, ഷേപ്പെല്ലാം ഇങ്ങനെ തന്നെ വരുന്നത്, ത്രികോണ ഷേപ്പ്, ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ സമൂസ, ട്രയാങ്കിൾ സമൂസാസ്. ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഷീറ്റ് ഉണ്ടാക്കാനും പാടില്ല, മടക്കാൻ പാടില്ല. ഞാൻ 2-3 കാണിച്ചു തന്നില്ലേ എങ്ങനെയാണ് മടക്കുന്നതെന്ന്. അപ്പോൾ ആ രീതിയിൽ മടക്കിയെടുത്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ വാട്ടിയെടുക്കുക. ഒരു സൈഡ് ഇച്ചിരി ഒന്ന് കളർ മാറി അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് മുരിഞ്ഞൊന്നും കുഴപ്പമില്ല, ഒരു സൈഡ് വളരെ ടെൻഡറായിരിക്കും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എടുക്കുക. പിന്നെ ചൂടോടുകൂടി തന്നെ 2ആയിട്ട് മുറിക്കുക. പിന്നെ ഫാനിൻ്റെ ഇതിൻ്റെ അടിയിലൊന്നും വെച്ചേക്കരുത്, അല്ലെങ്കിൽ പാത്രം അടച്ച് വയ്ക്കണം. ഡ്രൈ ഔട്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പാടാകും. പിന്നെ നമ്മൾ എഡ്ജസ് 3 കോർണേഴ്സും, ഒരു സമോസ എന്ന് പറഞ്ഞാൽ 3 കോർണറാണ്, ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനെയല്ലേ വരുന്നത്, 3 കോർണേഴ്സ്. അപ്പോൾ ഈ 3 കോർണേഴ്സും നല്ല ഷാർപ്പ് എഡ്ജസ് ആയിരിക്കണം. ഒരു അല്പം പോലും ഹോൾ ഉണ്ടാകാൻ പാടില്ല, എണ്ണ അകത്ത് കയറാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ നമ്മളൊരു മൈദ പേസ്റ്റ് ഉണ്ടാക്കിയല്ലോ, അത് വെച്ചിട്ട് സൈഡ്സ് എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് വേണം മടക്കാൻ. ശ്രദ്ധിച്ച് മടക്കുക. ഇത്ര കാര്യമുള്ളൂ. പൊട്ടലൊന്നും വരരുത്, ഒരു ഹോള് പോലും ഉണ്ടാവരുത്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ചെറിയ കാര്യമാണെങ്കിലും അത് പ്രധാന കാര്യമാണ്, അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കണ്ണാപ്പ ഈസ് മിസ്സിങ്. തൽക്കാലം നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കുകയായിരുന്നു, ഒരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന് കുക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിസ്പ്ലേസ്ഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ ചൂടായി കഴിഞ്ഞു, നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്ലോട്ട് ഏതാണ്ട് കഴിയാറായി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് അത്രയും ചെയ്ത്. ഇനി ബാക്കി കുറേ എന്താ പറയുക ഷീറ്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഒരു അളവെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദാറ്റ് ഈസ് 8 ദാറ്റ് ഈസ് 4 ചപ്പാത്തീസോ അല്ലെ പരത്തിയല്ലേ എടുത്തേ, അപ്പോൾ 4 എണ്ണം, അങ്ങനെ 4 8. ഈ ടോട്ടൽ മാവിൽ നിന്നും 8, വീണ്ടും ഒരു 8, അതായത് ഒരു റൗണ്ട് 2 ആവുകയാണല്ലോ. അപ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിൽ 8 സമൂസ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 8 16, 16ഉം അതേപോലെ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 16, 32 വരെ ആകാം. അപ്പോൾ ഒരു 32 സമൂസ വരെ ഈ 1.5 കപ്പ് മാവിൽ നിന്നും ഉണ്ടാക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇച്ചിരി കുറഞ്ഞാൽ പോലും എങ്ങനെ പോയാലും ഒരു 10-28 സമൂസ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയൊന്നും ഇപ്പോൾ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ ഉണ്ടാക്കിക്കോളാം. പിന്നെ ഇത് കേടാവില്ല. നമ്മളിതിങ്ങനെ ഇത് സമോസയുടെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമ്മളൊരു നല്ലൊരു കവറിനകത്താക്കിയിട്ട്, ഒരു സിപ്പ് ലോക്ക് കവറിനകത്താക്കി സിപ്പ് ചെയ്തിട്ട് നല്ലതായിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം മുന്നേ ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് അത് കുറച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ അന്നേരം ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് കിട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു 1 കിലോ മാവിൽ നിന്നും ഏകദേശം ഒരു 120 കൂടുതൽ
സമൂസാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ 1 കിലോ മാവിലെല്ലാം കുറേ ഉണ്ടാക്കിയിട്ട് കുറേ ഷീറ്റ്സ് ഉണ്ടാക്കുക, ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കുക, നിറയ്ക്കുക. ഇതെല്ലാം ഓരോ ദിവസത്തെ ആവശ്യത്തിന് ഒരു എത്ര വേണമെന്ന് വെച്ചാൽ ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ ഒരാൾ 2 എണ്ണമൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇഷ്ടംപോലെ 25 പാക്കറ്റ്സ് ആക്കി വയ്ക്കുക, 4-5 പാക്കറ്റ്. അപ്പോൾ 4-5 ദിവസത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. എന്തുണ്ട്, അങ്ങനെ ചെയ്താൽ പോരെ? അപ്പോൾ അതൊരു നല്ല ഐഡിയ അല്ലേ, അങ്ങനെ ചെയ്യാം. ഓക്കെ, യെസ്. ഇപ്പോൾ ഞാൻ പരത്തിയ സമൂസാസിനെ എല്ലാം പരത്തി ഫില്ല് ചെയ്തെടുത്ത സമൂസ എല്ലാം തന്നെ വറുത്തെടുത്തു. ഇതേ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, ചൂട് ചിക്കൻ സമൂസ. ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. അറിയണ്ടേ എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ, ടേസ്റ്റ്? നോക്കിക്കോളൂ. ഇത് ഒരെണ്ണം എടുക്കാൻ പോണു. നോക്കൂ, ശബ്ദം കണ്ടോ? ചൂട് സമൂസ, നിറച്ച് ഫില്ലിംഗ് ഉണ്ട്. ആവി വറക്കുന്ന നോക്കിയേ, സോ ഹോട്ട്. കണ്ടല്ലോ, നല്ല കരുകരിപ്പാണ്. ഇത് എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നൈസ്. ഭയങ്കര ചൂടാണേ. ആഹാ, എന്താ ടേസ്റ്റ് അറിയാം. എക്സലൻറ്റ്, സൂപ്പർ. സ്വന്തമായിട്ട് തന്നെ പറയാണ്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. നല്ല കരികരിപ്പുള്ള നല്ല ഔട്ടർ കവറിങ് ആണ്. ഈ ഒരു കരികരിപ്പ് പെട്ടെന്ന് സ്വാഗിയാവില്ല. ഇച്ചിരി ഒന്ന് തണുത്താലും ആ കരികരിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് കഴിക്കും. ചൂടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. എന്തായാലും നിറയെ ഫില്ലിക്കാം, കഴിച്ചു കഴിഞ്ഞാൽ നല്ല വയറ് നിറയും. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ടൊരു നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയം വരെ, പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിൽ ജോലി ഉണ്ടാവും, എന്നാൽ ജലപാനം പോലും ഇല്ലാതെ ആണ് ജോലി ചെയ്യുന്നത്. നല്ല ടയർഡായിരിക്കും. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ലൈറ്റ് ഫുഡിലാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത്. ഒറ്റ അടിക്ക് ഇങ്ങനെ ഹെവി ആവരുത്. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് സ്നാക്സ് തന്നെയാണ്, പക്ഷേ നല്ല ഫില്ലിംഗ് ആയിരിക്കും ചെയ്യും, ഇഷ്ടപ്പെടും. പിന്നെ വീട്ടിലെ പുരുഷന്മാർക്കും നല്ല ഇഷ്ടമാവും, കുട്ടികൾക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന കാര്യം തന്നെയല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി കഴിച്ചാൽ ഭയങ്കര ചൂട്, നിർത്താനേ തോന്നില്ല. എക്സലൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് സമൂസാസ്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന സമൂസ എനിക്കിഷ്ടമല്ല. ജനറലി പഫ്സൊക്കെ എനിക്കിഷ്ടമാണ്, ബേക്കറീസ്. പക്ഷേ സമൂസാസ് കൂടുതലും കുറച്ച് സോഗി ആൻഡ് ഓയിലി ആയിട്ടൊക്കെ ഇരിക്കും, എനിക്കിഷ്ടമല്ല. അപ്പം പലർക്കും ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചറിൽ കറക്റ്റായിട്ട് അത് എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നല്ല ഫില്ലിങ്ങോടുകൂടി നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ. ഇത് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ എനിക്ക് തരണം കമൻറ്റ് ബോക്സിൽ. ഒത്തിരി ദിവസമല്ലേ നമ്മൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ. പിന്നെ എന്താ പറയണ്ടേ, ഒത്തിരി നാളായി പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ലക്ഷ്മി നായർ വ്ളോഗ്സ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി LN വ്ളോഗ്സ് ഫാമിലി. അപ്പോൾ സന്തോഷം ഇത്രയും സമയം ക്ഷമയോടു കൂടി കണ്ടിരുന്നതിന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.